ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ വലിയ കോലാഹലങ്ങളാണ്. ട്രംപ് തന്റെ കസേര നിലനിർത്താൻ പഠിച്ച മണി 18 നോക്കുകയാണ്. ഒരു അധികാര മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം പലപ്പോഴായി ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇറാനിൽ ഭരണമാറ്റം വരുമെന്ന് അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആഭ്യന്തര മേഖലയിൽ ഉപരോധത്തിലാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 5 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിന്റെ ഫലമായി അമേരിക്കയിൽ പണപ്പെരുപ്പവും പെട്രോൾ ഡീസൽ വിലയും കുതിച്ചുയർന്നതോടെ ട്രംപിന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവ് ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും പുതിയ സർവേ പ്രകാരം അദ്ദേഹത്തിന്റെ അംഗീകാര റേറ്റിംഗ് വെറും 36% കുറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ഏറ്റവും താഴ്ന്ന നിലയാണ്. ഒരു പ്രധാന മന്ത്രിസഭാ മാറ്റത്തിന്റെ സൂചനകൾ തുളസി ഗബ്ബാർഡും ലുട്നിക്കും ലക്ഷ്യത്തിലും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ട്രംപ് തന്റെ മന്ത്രിസഭയിൽ വലിയൊരു പുനഃസംഘടന നടത്താൻ തയ്യാറെടുക്കുകയാണ്. അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ പുറത്താക്കിയതിനു ശേഷം ഇപ്പോൾ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡിനും വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിനും നേരെ ഭീഷണി ഉയർന്നു വരുന്നു. ഗബ്ബാർഡിന്റെ പ്രകടനത്തിൽ ട്രംപ് തൃപ്തനല്ലെന്നും അവരുടെ ഓപ്ഷനുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ യുദ്ധത്തെക്കുറിച്ച് അമേരിക്കൻ ജനതയിൽ വലിയ രോഷമുണ്ട്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് 60% അമേരിക്കക്കാരും ഈ യുദ്ധത്തിനെതിരാണ്. ഈ യുദ്ധം വളരെ കാലം നീണ്ടു നിന്നാൽ സാധാരണക്കാരന്റെ സാമ്പത്തിക ഭാരം വഹിക്കേണ്ടി വരുമെന്ന് ആളുകൾ ഭയപ്പെടുന്നു. ട്രംപിന്റെ സ്വന്തം പിന്തുണക്കാർക്കിടയിൽ പോലും പണപ്പെരുപ്പത്തെക്കുറിച്ച് ഇപ്പോൾ ആശങ്കയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ പ്രസിഡന്റ് ട്രംപും അങ്ങേയറ്റം അസ്വസ്ഥനാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇറാൻ യുദ്ധത്തിൽ മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിക്കുകയാണെന്നും ട്രംപ് പറയുന്നു. സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ പുറത്തു വരണമെന്ന് ട്രംപ് തന്റെ ടീമിന് വ്യക്തമായ ഉത്തരവ് നൽകിയിട്ടുണ്ട്. തന്നെ നിരന്തരം മോശക്കാരനായി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.